ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മൾ ഇന്നൊരു മോക്ക് ടെസ്റ്റ് പോലത്തെ ഒരു ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. മോക്ക് ടെസ്റ്റ് മീൻസ് ഞാൻ ഓപ്ഷനൊന്നും തരുന്നില്ല, ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ നമുക്ക് കുറേ SCRTCയിൽ നിന്ന് വന്നിട്ടുള്ള പുതിയ കുറേ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തു പോകാം. പിന്നെ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിന് മുമ്പ് SCRT ചാപ്റ്റേഴ്സ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ കേൾക്കാത്ത പുതിയ ചോദ്യങ്ങൾ, അതായത് PSC പുതുതായി പഠിച്ചു തുടങ്ങിയവർ കേട്ടിട്ടില്ലാത്ത കുറച്ച് ചോദ്യങ്ങളും ഇതിലുണ്ടാവാം. അപ്പോൾ അവർക്ക് അതിനും ഉപകാരമാവും എന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ക്ലാസ്സുമായി വന്നത്. അതിന് മുമ്പ് നമുക്കൊരു കറണ്ട് അഫയേഴ്സ് നോക്കിയിട്ട് പോവാം. ആരാണിത്? മാധവ് ഗാഡ്ഗിലാണ് അല്ലേ? മാധവ് ഗാഡ്ഗിലാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണിത്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്താ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ 2026 ജനുവരി 8 അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹം ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിരുന്നു. അപ്പോൾ 2026 ജനുവരി 8 ആരന്തരിച്ചത്? മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചത്. അദ്ദേഹം ജനിച്ചത് എപ്പോഴാണ്? 1942 മെയ് 24 അദ്ദേഹം ജനിച്ചത്. പൂനെയിലാണ് ജനിച്ചത്. അപ്പോൾ അന്തരിച്ചത് 2026 ജനുവരി 8. 2026 ജനുവരി 8 അദ്ദേഹം ജനിച്ചത്. 1942 മെയ് 24 പൂനെയിലാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 2010 പശ്ചിമഘട്ട സംരക്ഷണത്തിന് മാർഗനിർദ്ദേശം നൽകാനും വേണ്ടി രൂപവൽക്കരിച്ച സമിതിയുടെ അധ്യക്ഷനായിരുന്നു മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇയർ ഏതാണ്? 2010. 2010 മെയ് 24 പൂനെയിൽ ജനിച്ച 2010 പശ്ചിമഘട്ട സംരക്ഷണത്തിന് മാർഗനിർദ്ദേശം നൽകാൻ രൂപവൽക്കരിച്ച സമിതിയുടെ അധ്യക്ഷനായിരുന്നു മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. മാധവ് ഗാഡ്ഗിലിന് 1981 പത്മശ്രീ ലഭിച്ചത്. എപ്പോഴാണ് പത്മശ്രീ ലഭിച്ചത്? 1981 പത്മശ്രീ ലഭിച്ചു. 2006 പത്മഭൂഷൺ ലഭിച്ചു. അതുപോലെ 2024 പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭ നൽകുന്ന പരമോന്നത ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരവും ലഭിച്ചു. അപ്പോൾ 1981 പത്മശ്രീ, 2006 പത്മഭൂഷൺ, അതുപോലെ 2024 ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഏതാണ്? എ വാക്ക് അപ്പ് ടു ദ ഹിൽ, ലിവിങ് വിത്ത് ദ പീപ്പിൾ ആൻഡ് നാച്ചർ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2010 അദ്ദേഹം പശ്ചിമഘട്ട സംരക്ഷണത്തിൻ്റെ മാർഗനിർദ്ദേശം നൽകുന്നതിനുള്ള കമ്മിറ്റിയിൽ അദ്ദേഹം സമിതിയിലെ അധ്യക്ഷനായി എന്ന് പറഞ്ഞു. ആ സമിതിയുടെ റിപ്പോർട്ട് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ട മേഖലയിലെ 64% പ്രദേശവും പരിസ്ഥിതി ലോലമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലെങ്കിൽ ആ സമിതി കണ്ടെത്തിയത്. എന്നിട്ട് അവർ എന്ത് ചെയ്തു? 2011 അങ്ങനെ ഒരു റിപ്പോർട്ട് അവർ സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇതിനൊക്കെ ഒരുപാട് എതിർപ്പാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 2012 കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഡോക്ടർ കെ കസ്തൂരിരംഗൻ സമിതിയെ നിയോഗിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണ്? 34% പ്രദേശങ്ങൾ പരിസ്ഥിതി ലോലമാണെന്നാണ് ആര് പറഞ്ഞത്? കസ്തൂരിരംഗൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാധവ് ഗാഡ്ഗിൽ 64% പ്രദേശവും പരിസ്ഥിതി ലോലമാണെന്ന് കാട്ടി റിപ്പോർട്ട് സമർപ്പിച്ചു. പിന്നീട് 2012 കേന്ദ്ര സർക്കാർ ആരിനെ നിയോഗിച്ചു? കെ കസ്തൂരിരംഗനെ നിയോഗിച്ചു. അവർ 34% പ്രദേശങ്ങൾ പരിസ്ഥിതി ലോലമാണെന്ന് കാണിച്ചു. എന്നാൽ ഇതിൻ്റെ അന്തിമ വിജ്ഞാനം എന്ത് ചെയ്തിട്ടില്ല? ഇനിയും പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ജനനം ഓർത്തു വയ്ക്കുക 1942 മെയ് 24 പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് എന്ന് ഓർത്തു വയ്ക്കുക. മരണം 2026 ജനുവരി 8 മറക്കരുത്. പത്മശ്രീ ലഭിച്ചത് എപ്പോഴാണ്? 1981 പത്മശ്രീയും 2006 പത്മഭൂഷണും ലഭിച്ചു. 2024 UN ചാമ്പ്യൻ ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എ വാക്ക് അപ്പ് ടു ദ ഹിൽ, ലിവിങ് വിത്ത് ദ പീപ്പിൾ എന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി നോക്കി പോവാം. ലോക്സഭാ സ്പീക്കർ, രാഷ്ട്രപതി, കോൺഗ്രസ് അധ്യക്ഷൻ എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി N. സഞ്ജീവ റെഡ്ഡിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നാട്ടുരാജ്യങ്ങൾ അഭിപ്രായം പറയും മുമ്പ് ഇന്ത്യ മുഴുവൻ സന്ദർശിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചതാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്.
ഭഗത് സിംഗിൻ്റെയും കൂട്ടരുടെയും രക്തസാക്ഷിത്വത്തെക്കുറിച്ച് നാം ജീവിക്കുന്നതിന് വേണ്ടിയാണല്ലോ അവർ മരിച്ചത് എന്ന് പറഞ്ഞതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഭഗത് സിംഗിൻ്റെ വധത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ കറുത്ത വസ്ത്രമേ ധരിക്കൂ എന്ന് പ്രതിജ്ഞയെടുക്കുകയും 1943 ഒക്ടോബർ 15 അന്തരിക്കും വരെ അത് പാലിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ബാബ കാൻഷിറാം ആണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ലോക്സഭാ സ്പീക്കർ, രാഷ്ട്രപതി, കോൺഗ്രസ് അധ്യക്ഷൻ എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി ആരാണ്? എൻ സഞ്ജീവ റെഡ്ഡിയാണ്. എല്ലാവർക്കും അറിയണ ക്വസ്റ്റ്യൻ ആയിരിക്കണമെന്നില്ല, അതുകൊണ്ട് ഒന്നുകൂടെ പറയാം. ലോക്സഭാ സ്പീക്കർ, രാഷ്ട്രപതി, കോൺഗ്രസ് അധ്യക്ഷൻ എന്നീ പദവികൾ വഹിച്ച വ്യക്തി ആരാണ്? എൻ സഞ്ജീവ റെഡ്ഡിയാണ്. നാട്ടുകാര്യങ്ങളിൽ അഭിപ്രായം പറയും മുമ്പ് ഇന്ത്യ മുഴുവൻ സന്ദർശിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം അല്ലേ. ഭഗത് സിംഗിൻ്റെയും കൂട്ടരുടെയും രക്തസാക്ഷിത്വത്തെക്കുറിച്ച് നാം ജീവിക്കുന്നതിന് വേണ്ടിയാണല്ലോ അവർ മരിച്ചത് എന്ന് പറഞ്ഞതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഭഗത് സിംഗിൻ്റെ വധത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ കറുത്ത വസ്ത്രം മാത്രമേ ധരിക്കൂ എന്ന് പ്രതിജ്ഞയെടുക്കുകയും 1943 ഒക്ടോബർ 15 അന്തരിക്കും വരെ അത് പാലിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ബാബ കാൻഷിറാം ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അതുവരെ നമുക്ക് കാണാൻ കഴിയാതിരുന്ന ചന്ദ്രൻ്റെ മറുഭാഗത്തിൻ്റെ ചിത്രം ആദ്യമായി പകർത്തിയ ബഹിരാകാശ പേടകം ഏതാണ്? ലൂണ 3 അപ്പോൾ നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കി പറഞ്ഞാൽ ചന്ദ്രൻ്റെ ഒരു സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെ നമ്മൾ കാണാത്ത ചന്ദ്രൻ്റെ മറ്റൊരു ഭാഗത്തിൻ്റെ ചിത്രം ആദ്യമായി പകർത്തിയ ബഹിരാകാശ പേടകം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ലൂണ 3. ഇനി ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിക്കപ്പെടുന്ന തടപ്രദേശമുള്ള നദി ഏതാണ്? ഗംഗാ നദിയാണ്. ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിക്കപ്പെടുന്ന തടപ്രദേശമുള്ള നദിയാണ് ഗംഗാ നദി. ഇനി ഇന്ത്യയുടെ പുതിയ തീരദേശ ദൈർഘ്യം എത്രയാണ്? 11,098.81 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ പുതിയ തീരദേശ ദൈർഘ്യമാണ് 11,098.81 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മുൻപ് എത്രയായിരുന്നു? മുൻപത്തെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 7,516.60 കിലോമീറ്റർ ആയിരുന്നു. എത്രയാണ്? 7,516.60 കിലോമീറ്റർ. അപ്പോൾ ഇതെന്താണ്? മുൻപത്തെ തീരദേശ ദൈർഘ്യമാണ് 7,516.60 കിലോമീറ്റർ എന്ന് പറയുന്നത്. അത് ഏതൊക്കെ ഉൾപ്പെടെയായിരുന്നു? ഇന്ത്യൻ ദ്വീപ സമൂഹങ്ങളായ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബർ ദ്വീപും ഒക്കെ ഉൾപ്പെടെയാണ് 7,516 കിലോമീറ്റർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ മാത്രമായിരുന്നു പറഞ്ഞാൽ നമ്മൾ 6,100 കിലോമീറ്റർ, അല്ലെങ്കിൽ NCERT കണക്ക് പകരം 6,100 കിലോമീറ്റർ എന്നും അല്ലാതെ 5,422.6 കിലോമീറ്റർ എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മുൻപത്തെ. ഇനിയിപ്പോൾ നമുക്ക് കേരളത്തിന് നോക്കാം. പുതിയ തീരദേശ ദൈർഘ്യം പഠിച്ചു വയ്ക്കുക. എന്നാണ് ഇന്ത്യയിലെ പുതിയ തീരദേശ ദൈർഘ്യം 11,098.81 കിലോമീറ്ററാണ് പുതിയ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത്. മുൻപത്തെ എത്രയായിരുന്നു എന്നാണ് പറഞ്ഞത്? 7,516.60 കിലോമീറ്റർ. ഇനി കേരളത്തിലെ കടൽ തീരത്തിൻ്റെ നീളം, പുതിയ നീളം എത്രയാണ്? 600.15 കിലോമീറ്ററാണ്. നമ്മൾ പഴയ നീളം എത്ര പഠിച്ചിട്ടുണ്ടായിരുന്നത്? കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ പഴയ നീളം എന്ന് പറഞ്ഞത് 590 കിലോമീറ്റർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുതിയ നീളം എത്രയാണ്? കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ പുതിയ നീളം 600.15 കിലോമീറ്ററാണ്. ഇനി ഇന്ത്യയുടെ കടൽ തീരത്തിൻ്റെ പുതുക്കിയ നീളം സംബന്ധിച്ച ഔദ്യോഗിക സർക്കുലർ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം പുറത്തിറക്കിയത് എന്നാണ്? 2025 ഏപ്രിൽ 29. ഇന്ത്യയുടെ പുതിയ തീരദേശ ദൈർഘ്യം കണക്കാക്കിയത് ഏത് സ്ഥാപനമാണ്? നാഷണൽ ഹൈഡ്രോഗ്രാഫിക്സ് ഓർഗനൈസേഷനാണ്. ഇന്ത്യയിലെ കടൽ തീരത്തിൻ്റെ നീളം എത്ര വർഷത്തിലൊരിക്കൽ പുനർനിർണ്ണയിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? 10 വർഷത്തിലൊരിക്കലാണ്. തീരപ്രദേശത്തിൻ്റെ നീളം അളക്കുന്നതിനായി ഉപയോഗിച്ച ഇലക്ട്രോണിക് നാവിഗേഷൻ ചാർട്ടുകൾ തയ്യാറാക്കിയ സ്ഥാപനം ഏതാണ്? നാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷനാണ്. ഒന്നുകൂടെ നോക്കാം. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രമേ കഴിയൂ. മറ്റു ഭാഗത്തിൻ്റെ ചിത്രം ആദ്യമായി പകർത്തിയത് ലൂണ 3 ആണ്. ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിക്കപ്പെടുന്ന തടപ്രദേശമുള്ള നദി ഏതാണ്? ഗംഗയാണ്. ഇന്ത്യയിലെ പുതിയ തീരദേശ ദൈർഘ്യം 11,098.81 കിലോമീറ്റർ. മുൻപത്തെ 7,516.6 കിലോമീറ്റർ ആയിരുന്നു. കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ പുതിയ നീളം 600.15, പഴയ നീളം
590 കിലോമീറ്റർ ആയിരുന്നു. ഇന്ത്യയുടെ കടൽ തീരത്തിൻ്റെ പുതുക്കിയ നീളം സംബന്ധിച്ച ഔദ്യോഗിക സർക്കുലർ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം പുറത്തിറക്കിയത് എന്നാണ് 2025 ഏപ്രിൽ 29 ഇന്ത്യയുടെ പുതിയ തീരദേശ ദൈർഘ്യം കണക്കിലാക്കിയത് ഏത് സ്ഥാപനമാണ്? നാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷനാണ്. ഇന്ത്യയുടെ കടൽ തീരത്തിൻ്റെ നീളം എത്ര വർഷത്തിലൊരിക്കൽ പുനർനിർണ്ണയിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? 10 വർഷത്തിലൊരിക്കലാണ്. തീരദേശത്തിൻ്റെ നീളം അളക്കുന്നതിനായി ഉപയോഗിച്ച ഇലക്ട്രോണിക് നാവിഗേഷൻ ചാർട്ടുകൾ തയ്യാറാക്കിയ സ്ഥാപനം ഏതാണ്? നാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷനാണ്. ഇനി ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് സ്ഥാപിതമായത്? നബാർഡ് നമുക്കറിയാലോ. നബാർഡ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നബാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കാർഷികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്കാണ് അല്ലേ. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് സ്ഥാപിതമായത്? ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്ത് സ്ഥാപിതമായത്? നബാർഡ് സ്ഥാപിതമായത്. നബാർഡ് സ്ഥാപിതമായത് എന്നാണ് 1982 ജൂലൈ 12 നബാർഡ് സ്ഥാപിതമായത്. 1982 ജൂലൈ 12. ഇനി പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ ബഡ്ജറ്റ് പാസ്സാക്കുന്നതുവരെ ഭരണപരമായ ചെലവുകൾക്കായി ഏകീകൃത നിധി പറഞ്ഞാൽ എന്താണ്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ഭരണഘടനാപരമായ വ്യവസ്ഥ ഏതാണ്? വോട്ട് ഓൺ അക്കൗണ്ട് ആണ്. പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ ബഡ്ജറ്റ് പാസ്സാക്കുന്നത് വരെ ഭരണപരമായ ചെലവുകൾക്ക് വേണ്ടിയിട്ട് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ഭരണഘടനാപരമായ വ്യവസ്ഥയാണ് വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത്. ദേശീയപാതകളിലെ ടോൾ പ്ലാസയിൽ തടസ്സമില്ലാതെ പണം അടക്കുന്നതിനായി റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചു നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച സംവിധാനം ഏതാണ്? ഫാസ്ടാഗ്. ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിൽ തടസ്സമില്ലാതെ പണം അടയ്ക്കാനായി റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച സംവിധാനമാണ് ഫാസ്ടാഗ്. അപ്പോൾ നബാർഡ് 1982 ജൂലൈ 12 ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം. അതുപോലെ പുതിയ സാമ്പത്തിക വർഷത്തിൽ ബഡ്ജറ്റ് പാസ്സാകുന്നവരെ ഭരണപരമായ ചെലവുകൾക്ക് പണം എവിടെ നിന്ന് എടുക്കാമെന്നാണ് പറഞ്ഞത്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന്. അതിന് അധികാരം നൽകുന്ന ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? വോട്ട് ഓൺ അക്കൗണ്ട് ആണ്. അതുപോലെ ദേശീയപാതയിലെ ടോൾ പ്ലാസകളിൽ പണം അടയ്ക്കുന്നതിന് ഏതാണ് വന്നത്? ഫാസ്ടാഗ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്ന് ആര് രാജിവെച്ചതിൻ്റെ ഒഴിവിലാണ് ഡോക്ടർ BR അംബേദ്കർ ബോംബെ പ്രവിശ്യയിൽ നിന്ന് വീണ്ടും അംഗമായത്? നമുക്ക് അറിയാം ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നു എന്ന് നമുക്കറിയാം അല്ലേ. എന്നാൽ അദ്ദേഹം വീണ്ടും അംഗമായത് എന്ന് ചോദിക്കേണ്ടത് അതെന്തുകൊണ്ടായിരിക്കും വീണ്ടും അംഗമായത് എന്ന് ചോദിക്കേണ്ടാവുക? കാരണം നമ്മുടെ ഇന്ത്യ വിഭജനം ഉണ്ടായല്ലോ. അപ്പോൾ നമ്മുടെ അംഗസംഖ്യ ഭരണഘടനയിലെ അംഗസംഖ്യ എന്ന് പറഞ്ഞത് കുറവുണ്ടായി എന്ന് പറഞ്ഞു. കാരണം കുറേ പ്രവിശ്യകൾ പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ കുറേ അംഗങ്ങളും പോയി എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ പ്രതിനിധാനം ചെയ്തിരുന്ന പ്രദേശം എന്തായി? അത് പാകിസ്ഥാൻ്റെ ഭാഗമായി മാറി. അങ്ങനെയായപ്പോൾ ഡോക്ടർ BR അംബേദ്കറിൻ്റെ അംഗത്വം എന്ത് ചെയ്യപ്പെട്ടു? നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ എല്ലാവർക്കും അറിയാം അംബേദ്കറിൻ്റെ കഴിവും അറിവും ഭരണഘടനാ നിർമ്മാണത്തിന് വളരെ അത്യാവശ്യമാണെന്ന് കണ്ടിട്ട് കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു? അദ്ദേഹത്തെ വീണ്ടും സഭയിലേക്ക് എടുക്കാൻ തീരുമാനിച്ചു. ഏത് പ്രവിശ്യയിൽ നിന്ന്? ബോംബെ പ്രവിശ്യയിൽ നിന്ന്. അപ്പോൾ ഓൾറെഡി ബോംബെ പ്രവിശ്യയിൽ നിന്ന് ഒരാൾ പ്രതിനിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വ്യക്തി രാജിവെച്ചിട്ട് ആ ഒഴിവിലേക്കാണ് ഡോക്ടർ BR അംബേദ്കർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അത് ഏതാണ് വ്യക്തി എന്നാണ് ചോദിച്ചിട്ടുള്ളത്? അത് MR ജയകർ ആണ്. ആരാണ്? MR ജയകർ ആണ്. പിന്നീടാണ് അദ്ദേഹം എന്തായി മാറിയത്? ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായി മാറിയത്. 1928 ഇന്ത്യൻ ഹോക്കി ടീം ആദ്യമായി ഒളിമ്പിക്സിൽ സ്വർണം നേടിയപ്പോൾ ക്യാപ്റ്റനായിരിക്കുകയും പിന്നീട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമാവുകയും ചെയ്ത വ്യക്തി ആരാണ്? അത് ജയ്പാൽ സിംഗ് മുണ്ടയാണ്. ജയ്പാൽ സിംഗ് മുണ്ടയാണ്. അദ്ദേഹം എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്? 1928 ഇന്ത്യൻ ഹോക്കി ടീം ആദ്യമായി ഒളിമ്പിക്സിൽ സ്വർണം നേടിയപ്പോൾ ക്യാപ്റ്റനായിരുന്നു ഈ ജയ്പാൽ സിംഗ് മുണ്ട എന്ന് പറയുന്നത്. അദ്ദേഹം പിന്നീട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമാവുകയും ചെയ്തു. അദ്ദേഹം ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭരണഘടനാ സഭയിൽ അംഗമായിട്ടുണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക കമ്മ്യൂണിസ്റ്റ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് സോമനാഥ് ലാഹിരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ
ദമ്പതിമാർ, പ്രശസ്തരായ ദമ്പതിമാർ ആരാണ് എന്ന് ചോദിച്ചാൽ ജീവരാജ് മേത്തയും ഹൻസ മേത്തയുമാണ്. ആരാണ്? ജീവരാജ് മേത്തയും ഹൻസ മേത്തയുമാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചിരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഫ്രാങ്ക് ആൻ്റണി, അതുപോലെ SH പ്രാറ്ററുമാണ്. ഫ്രാങ്ക് ആൻ്റണി, SH പ്രാറ്റർ എന്നിവരാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ വ്യവസ്ഥയിൽ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തെ നക്ഷത്രങ്ങൾക്കിടയിലെ ചന്ദ്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തെ നക്ഷത്രങ്ങൾക്കിടയിലെ ചന്ദ്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർ വില്യം വെർണോൺ ഹാർക്കോട്ടാണ് ഇന്ത്യൻ ഭരണഘടനാ വ്യവസ്ഥയിലെ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തെ നക്ഷത്രങ്ങൾക്കിടയിലെ ചന്ദ്രൻ എന്ന് വിശേഷിപ്പിച്ചത്. ഇനി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കൊച്ചിയിലെ ഗാന്ധിനഗറിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. ഇനി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഏത് വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മാവേലി സ്റ്റോർ ആരംഭിച്ച സമയത്തെ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? EK നയനാർ ആയിരുന്നു. ആ സമയത്തെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി E ജയശങ്കർ നായർ ആയിരുന്നു. ഇനി ആദ്യത്തെ മാവേലി സ്റ്റോർ ആരംഭിച്ചപ്പോഴാണ് 1980 തിരുവനന്തപുരത്താണ്. അപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ഗാന്ധിനഗർ, കൊച്ചി. ഏത് വകുപ്പിന് കീഴിലാണ്? ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് കീഴിൽ. ആ സമയത്തെ മുഖ്യമന്ത്രി EK നയനാർ. ആ സമയത്തെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ നായർ. ആദ്യത്തെ മാവേലി സ്റ്റോർ 1980 തിരുവനന്തപുരത്താണ്. ഇനി കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രധാന ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത്. ഇനി മലബാർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോടാണ്. കൂടൽമാണിക്യം ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇരിങ്ങാലക്കുടയാണ്. എവിടെയാണ്? ഇരിങ്ങാലക്കുടയാണ്. അപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം തൃശ്ശൂർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. അതിന് കീഴിലുള്ള പ്രധാന ക്ഷേത്രം ഏതാണെന്നാണ് പറഞ്ഞത്? ശബരിമല ക്ഷേത്രം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം കോഴിക്കോട്. കൂടൽമാണിക്യം ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം ഇരിങ്ങാലക്കുടയാണ്. കേരളത്തിൽ മദ്യവിൽപ്പന നിയന്ത്രിക്കുന്ന പ്രധാന ഏജൻസിയായ ബെവ്കോ നിലവിൽ വന്നത് എന്നാണ്? 1984 ബെവ്കോ നിലവിൽ വന്നത്. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം, ബെവ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ഇത് പ്രവർത്തിക്കുന്നത് നികുതി വകുപ്പിന് കീഴിലാണ്. ഏതിൻ്റെ കീഴിലാണ്? നികുതി വകുപ്പിന് കീഴിലാണ് ഈ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് GST വകുപ്പാണ്. നെഗോഷിയബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് പ്രകാരം പൊതു അവധികൾ പ്രഖ്യാപിക്കുന്ന വകുപ്പ് ഏതാണ്? അത് പൊതുഭരണ വകുപ്പാണ്. ഈ പൊതുഭരണ വകുപ്പ് ചുമതല വഹിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഈ പൊതുഭരണ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥ തലവൻ ആരാണ് എന്ന് ചോദിച്ചാൽ ചീഫ് സെക്രട്ടറിയാണ്. അപ്പോൾ ചുമതല വഹിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രി. പൊതുഭരണ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥ തലവൻ ചീഫ് സെക്രട്ടറിയാണ്. ഇനി സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥരുടെ നിയമനം, സ്ഥലം മാറ്റം എന്നിവയുടെ നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്ന വകുപ്പ് ഏതാണ്? അത് പൊതുഭരണ വകുപ്പാണ്. അപ്പോൾ പൊതുഭരണ വകുപ്പിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നെഗോഷിയബിൾ ഇൻസ്ട്രുമെൻറ്റ് പ്രകാരമുള്ള പൊതു അവധികൾ പ്രഖ്യാപിക്കുന്ന വകുപ്പാണ്. അതിൻ്റെ തലവൻ മുഖ്യമന്ത്രിയാണ്. ഉദ്യോഗസ്ഥ തലവൻ ചീഫ് സെക്രട്ടറിയാണ്. അവരാണ് എന്ത് ചെയ്യുന്നത്? സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥരുടെ നിയമനം, സ്ഥലം മാറ്റം എന്നിവയുടെ നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്നത്. അടുത്തത്, കേരളത്തിൽ വനിതാ ശിശുവികസന വകുപ്പ് രൂപീകൃതമായ വർഷം ഏതാണ്? 2017 കേരളത്തിൽ വനിതാ ശിശുവികസന വകുപ്പ് രൂപീകൃതമായത്. എല്ലാ ജില്ലകളിലും സ്ത്രീധന നിരോധന ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. എല്ലാ ജില്ലകളിലും സ്ത്രീധന നിരോധന ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയ ആദ്യ സംസ്ഥാനം കേരളം. കേരളത്തിൽ റീജിയണൽ ഡൗറി പ്രൊഹിബിഷൻ ഓഫീസറായി പ്രവർത്തിക്കുന്നത് ആരാണ്?
ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസറാണ്. കേരളത്തിൽ റീജിയണൽ ഡൗറി പ്രൊഹിബിഷൻ ഓഫീസറായി പ്രവർത്തിക്കുന്നത് ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസറാണ്. സംസ്ഥാന സ്ത്രീധന നിരോധന ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടറാണ് സംസ്ഥാന സ്ത്രീധന നിരോധന ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഭാഗ്യക്കുറി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള ലോട്ടറിനെ എന്താണ് അറിയപ്പെടുന്നത്? ലോട്ടറികളുടെ മാതാവ് എന്നറിയപ്പെടുന്നു. കേരള ലോട്ടറി വകുപ്പ് ആരംഭിച്ചതെന്നാണ്? 1967 നവംബർ 1-നാണ്. 1967. കേരള ലോട്ടറിയുടെ ആദ്യ നറുക്കെടുപ്പ് നടന്നത് എന്നാണ്? 1968 ജനുവരി 26-നാണ്. കേരളത്തിൽ ലോട്ടറി വകുപ്പ് ആരംഭിച്ച സമയത്ത് ധനകാര്യ മന്ത്രി ആരാണ്? PK കുഞ്ഞാണ്. ആദ്യ ലോട്ടറിയുടെ വില 1 രൂപയും ഒന്നാം സമ്മാനം 50,000 രൂപയുമായിരുന്നു. അപ്പോൾ കേരള ലോട്ടറികളുടെ മാതാവ് എന്നറിയപ്പെടുന്നു. കാരണം ഇന്ത്യയിൽ ആദ്യമായി ഭാഗ്യക്കുറി ആരംഭിച്ചത് നമ്മുടെ കേരളമാണ്. അതിൻ്റെ ആദ്യ നറുക്കെടുപ്പ് നടന്നത് 1968-ലാണ്. ജനുവരി 26-നായിരുന്നു. ആ സമയത്ത് ധനകാര്യമന്ത്രി PK കുഞ്ഞായിരുന്നു. അതിൻ്റെ ആദ്യത്തെ ലോട്ടറിയുടെ തുക എന്ന് പറയുന്ന 1 രൂപയും സമ്മാന തുക 50,000 രൂപയുമാണ്. ഇനി ഇന്ത്യൻ പാർലമെൻറ്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? ഇന്ത്യൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഈ കമ്മിറ്റിയിൽ 22 അംഗങ്ങളാണ് ഉണ്ടാവുക. 15 പേര് ലോക്സഭയിൽ നിന്നും 7 പേര് രാജ്യസഭയിൽ നിന്നുമാണ് ഉണ്ടാവുക. ഇനി ഈ കമ്മിറ്റിയുടെ ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു? ലോക്സഭാ സ്പീക്കർ എന്ന് പറഞ്ഞു അല്ലേ. ആരെയാണ് നിയമിക്കുക? പാർലമെൻറ്റിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയിലെ അംഗത്തെയാണ് അവരെ എന്തായി നിയമിക്കുക? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ ചെയർമാനായി നിർദ്ദേശിക്കുന്നത്. കമ്മിറ്റിയുടെ ചുമതല എന്താണ്? കമ്മിറ്റിയുടെ ചുമതല എന്ന് പറയുന്നത് CAG നൽകിയ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുക എന്നതാണ് കമ്മിറ്റിയുടെ ചുമതലയായി വരുന്നത്. ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ലോക്സഭാ സ്പീക്കർ മുഖേന പാർലമെൻറ്റിലാണ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട എപ്പോഴാണ്? 2026 ഫെബ്രുവരി 13-നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. ഓഫീസിൻ്റെ പേരെന്തായിരുന്നു? സേവാ തീർത്ത് എന്നായിരുന്നു പേര്. ഈ സേവാ തീർത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പുറമെ മറ്റ് കാര്യാലയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദേശീയ സുരക്ഷാ കൗൺസിൽ, അതുപോലെ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് എന്നിവയാണ് സേവാ തീർത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പുറമേയുള്ള കാര്യാലയങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കർത്തവ്യ ഭവൻ 1, 2 എന്നിവ ഏതിൻ്റെ ആസ്ഥാനങ്ങൾ അടങ്ങുന്ന കെട്ടിട സമുച്ചയങ്ങളാണ് എന്ന് ചോദിച്ചാൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം, പ്രതിരോധ മന്ത്രാലയം, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രാലയം എന്നിവയുടെ പുതിയ ആസ്ഥാനങ്ങൾ അടങ്ങുന്ന കെട്ടിട സമുച്ചയങ്ങളാണ് കർത്തവ്യ ഭവൻ 1, 2 എന്ന് പറയുന്നത്. 2025 ഡിസംബറിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമം ഏതാണ്? VBG ഗ്രാം ജി ആണ്. അതായത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നതാണ് ഇതിൻ്റെ പുതിയ പേര്. എന്തിൻ്റെ? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൻ്റെ. SCRT ചാപ്റ്ററിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 100 തൊഴിൽ ദിനങ്ങൾ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പുതിയ പേര് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നാക്കി മാറ്റി എന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ 100 തൊഴിൽ ദിനങ്ങൾ 125 തൊഴിൽ ദിനങ്ങളായി മാറ്റി. ഇനി ഇത് ലോക്സഭ എന്നാണ് പാസ്സാക്കിയത് ചോദിച്ചാൽ 2025 ഡിസംബർ 18-നാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. 2025 ഡിസംബർ 21-നാണ്. അപ്പോൾ ലോക്സഭ ഡിസംബർ 18-ന് പാസ്സാക്കി, രാഷ്ട്രപതി ഡിസംബർ 21-ന് ഒപ്പുവെച്ചു. ഇനി ഒരു പ്രദേശത്ത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ വിളിക്കുന്ന പേരെന്നാണ്? എൻഡമിക്. നമ്മളിത് SCRT ചാപ്റ്റേഴ്സിലെ രോഗകാരികൾ എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ എടുത്തിട്ടുള്ളതാണിത്. ഒരു പ്രദേശത്ത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ എപ്പിഡമിക് എന്ന് വിളിക്കുന്നു. അതുപോലെ സമൂഹത്തിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയാത്തതുമായ രോഗങ്ങളെ എങ്ങനെയാണ് വിളിക്കുന്നത്? എൻഡമിക് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക്, രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കോ പടരുന്ന രോഗങ്ങളെ എങ്ങനെ വിളിക്കും? പാൻഡമിക്. നമ്മുടെ കൊറോണ അതിനൊരു ഉദാഹരണമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ആശുപത്രിയിൽ നിന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് നോസോകോമിയൽ രോഗങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഇനി മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? സ്യൂനോട്ടിക് രോഗങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. സ്യൂനോട്ടിക് രോഗങ്ങൾ. ഇനി മൃഗങ്ങൾക്കിടയിലെ പകർച്ചവ്യാധികൾ എന്തൊക്കെയാണ്? എപ്പിസ്യൂവോട്ടിക് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഒരു സ്ഥലത്ത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗം എപ്പിഡമിക്. ഒരു സമൂഹത്തിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കാത്തതുമായ രോഗങ്ങൾ എൻഡമിക്. ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക്, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പാൻഡമിക്. അതുപോലെ ആശുപത്രിയിൽ നിന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ നോസോകോമിയൽ. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സ്യൂനോട്ടിക്. മൃഗങ്ങൾക്കിടയിലെ പകർച്ചവ്യാധികൾ എന്താണ്? എപ്പിസൂവോട്ടിക് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇതിൽ കുറേ ചാപ്റ്റേഴ്സ്, കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൽ മുമ്പ് എടുത്തിട്ടുള്ളതാണ്. ഇതൊരു റിവിഷൻ ക്ലാസ്സും കൂടിയായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ.